നമ്മളിന്നൊരു വാട്ടർഫാൾ കാണാൻ പോവാണ്. വാട്ടാഴി, വടക്കാഞ്ചേരിക്കടുത്തുള്ള വാട്ടാഴി വാട്ടർഫാൾസ്. അങ്ങനെ നമ്മൾ അത്താണിന്ന് തിരിഞ്ഞ് ചേപ്പാറ വഴിയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ചേപ്പാറ. ഇവിടെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനുള്ളൊരു സ്ഥലമാണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഈ പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. എന്തായാലും നമുക്ക് അത് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് കയറാം. ആദ്യം നമ്മൾ വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ട് പോവാം. അത് ഈ ചേപ്പാറ വെറും ഒരു പാറയല്ല കേട്ടോ, അതിൽ കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ചരിത്രപരമായിട്ടുള്ള നിർമ്മിതികളൊക്കെ അവിടെ ഉണ്ട്. മുനിയറ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ആ പാറയുടെ മുകളിലായിട്ടുണ്ട്. ഇപ്പോൾ അത് ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ സംരക്ഷിച്ചു പോരുന്നതും കൂടെ ഉണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ അത് അത്ര ഒരു സംരക്ഷണമൊന്നും കൊടുത്തിരുന്നില്ല. ഈ ഭാഗത്തൂടെ പോകുമ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ പോകുന്നൊരു ആംബിയൻസാണ് നമുക്ക് കിട്ടുന്നത്. നല്ല തണുപ്പും നല്ല കാറ്റുമൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസാണ് നമുക്കിതിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നത്. പോകുന്ന വഴിയിലൊക്കെ ചെറിയ കോറി, അവിടെ കുറേ കുളങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ചർച്ച്. വരുന്ന വഴിക്ക് ചെറിയൊരു സെൻറ്റർ കിട്ടും. ആ സെൻറ്റർ കടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നത്. ഈ ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ കാണാനുണ്ട്. വരുന്ന വഴി വീടുകളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ വാഹനങ്ങളൊക്കെ സൈഡിലൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഒരു ചെറിയ ഇടമുള്ളൂ ഇവിടെ. ആളുകളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആകെ ബ്ലോക്കായിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വാട്ടർഫാൾസിലേക്കുള്ള വഴി. ഇവിടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്, സംശയമുണ്ട്. ഇതാണ് നമ്മളെ വാട്ടർഫാൾസ്. ഫസ്റ്റിലത്തെ വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ട് പോണ വഴിയാണ്. വെള്ളത്തിൽ കൂടെ ചാടി കിടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇതാണ് നമ്മുടെ വാട്ടാഴി വാട്ടർഫാൾസിൻ്റെ ഫസ്റ്റിലത്തെ ഭാഗം. ഫാമിലി നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നത്തെ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഫാമിലി ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ്. ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെ ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ അനൗൺസ്മെൻ്റൊക്കെ കേൾക്കാം. ഇതാണ് നമ്മളെ വാട്ടർഫാൾസിൻ്റെ തുടക്ക ഭാഗം. കുറേ ഫാമിലി ആയ കാരണം ഒരു ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ വെള്ളം ഒലിച്ചു പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്നു കഴിഞ്ഞാലും നിൽക്കാനും കുളിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഈ വെള്ളം ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഒലിച്ചു പോയിട്ട് അങ്ങനെ കറങ്ങിയിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് ഈ വെള്ളം വന്ന് ചാടുന്നത്. അപ്പോൾ അവിടെ ഒരു നമുക്ക് ഇതുപോലെ കുളിക്കാനൊക്കെ നിൽക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതുപോലെ എത്ര ആൾ വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത പാർട്ട് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് ഈ കാണുന്നത് ഈ ഭാഗത്തൂടെയാണ് വെള്ളം ഒലിച്ച് വന്ന് ഇവിടെ വന്നിട്ടാണ് വീഴുന്നത്. വലിയൊരു വാട്ടർഫാളായി മാറുന്നത്.
രണ്ടാമത്തെ വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. ഭയങ്കര തിരക്കാണ്. ഇതാണ് രണ്ടാമത്തെ പാർട്ട് വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്ക് വരുന്ന വഴി. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ടായി വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ടായി വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഫാമിലിയുടെ തിരക്കുണ്ട്. എന്നാലും വരുന്നവർക്കെല്ലാം തന്നെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ ഉണ്ട്. ആളുകളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം ഒഴുകി വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുളിക്കാനും അവരെ ചെറിയതായിട്ടൊക്കെ നീന്തലൊക്കെ പഠിപ്പിക്കാനൊക്കെ പറ്റുന്നൊരു വാട്ടർഫാൾസിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ കോറി കാണാം. ഇതാ കോറിയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം മഴ കുറവായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കുറവാണ് കാണിക്കുന്നത്. ഇതിൻ്റെ വാട്ടർ ലെവലൊക്കെ ഇനിയും മുകളിലായിട്ടാണ് കാണുന്നത്. വിശാലമായി കിടക്കുന്നൊരു കോറിയാണ്. കോറിയുടെ നടുവിലായിട്ടൊരു പാറ നിർത്തിയിട്ടുണ്ട്. അത് ഇവിടെ എന്തോ അതിൻ്റെ മുകളിലായിട്ടൊരു അടയാളമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെങ്കിലും മാർക്കിംഗ് ആവാനാണ് സാധ്യത. നമ്മളാ തോട് മറികടന്ന് ഇതുപോലൊരു ഫോറസ്റ്റിനകത്തൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരു കോറിയാണ് ഈ കാണുന്നത്. ചേപ്പാറയിൽ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. വേറെ പരിപ്പോടെ കേട്ടോ. ഇപ്പം നമ്മൾ ചേപ്പാറ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ച് നല്ല ചൂട് പരിപ്പുവടയൊക്കെ കഴിച്ച് ഇപ്പം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ചേപ്പാറയുടെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ചരിത്ര പ്രാധാന്യമുള്ള മുനിയറകളുള്ളത്. 1, 2, 3 പാർട്ടായിട്ടാണ് ഇവിടെ സംരക്ഷിച്ചിട്ടുള്ളത്. മുൻപ് ഇത് പ്ലെയിനായിട്ട് കിടക്കുകയായിരുന്നു. പിന്നീടാണ് ഇതിന് സംരക്ഷണ വലയൊക്കെ കൊടുത്തിട്ട് അതിനെ സംരക്ഷിച്ചിട്ടുള്ളത്. ഒരുപാട് ചരിത്രം പറയാനുണ്ട് മുനിയറകൾക്ക്. ഇതാണ് മുനിയറ. അതിൻ്റെ ഒരു ഗുഹ തന്നെ താഴേക്കുണ്ട്. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെയും കാണാം. അതുപോലെ പിന്നെ ഈ കാണുന്ന സ്ഥലത്താണ് അടുത്ത മുനിയറ ഉള്ളത്. വിശാലമായി കിടക്കുന്നൊരു പാറയാണ്. ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നല്ല പ്ലെയിനായിട്ടാണ് കിടക്കുന്നത്. നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അങ്ങനെ വഴുക്കലോ മറ്റോ ഒന്നുമില്ല. മഴക്കാലമായാലും
വലിയ വഴുക്കലോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് പ്രായമായ ആൾക്കാർക്കായാലും കുട്ടികൾക്കായാലും സുഖമായിട്ട് നടന്നു വരാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. പാറയുടെ മുകളിൽ ചെറുതായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നൊരു സ്ഥലമാണ്. ഇതിന് കുളമെന്നോ അല്ലെങ്കിൽ തടാകമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇതിൻ്റെ ഈ ലെവലിൽ വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് വെള്ളം ഇങ്ങനെ ഇതിലൂടെ ഒഴുകി പാറമുകളിലൂടെ പോയി താഴേക്ക് എത്തും. പാറയുടെ മുകളിലാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച. നല്ല മഴയുള്ള സമയമാണെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴുകി ഇങ്ങനെ താഴേക്ക് പോകുന്നത് വേറൊരു ഭംഗിയാവും. ചേപ്പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള പാറയാണ്. നമ്മൾ വിശാലമായ നെൽപ്പാടം എന്നൊക്കെ പറയുന്ന പോലെ വിശാലമായി നീണ്ടു കിടക്കുന്ന പാറയാണ്. ഒരുപാട് ദൂരം നടന്ന് കാണാനും കാഴ്ചകൾ ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു പാറയുടെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു ഫീലൊന്നുമില്ല. ഒരു പ്ലെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് മുകളിൽ വന്നു കഴിഞ്ഞാൽ. അത് കാരണം കൊണ്ട് നടക്കാനോ ഒന്നൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല വെയിലുള്ള സമയങ്ങളിലായാലും ഇവിടെ വന്ന് വിശ്രമിക്കാനൊക്കെ ഇതുപോലെയുള്ള മരച്ചുവടുകളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കാണാം. ഈ കാണുന്ന മരത്തിൻ്റെ പേരാണ് പുല്ലാണി. ഏത് മഴയുള്ള സമയത്തും ഇതിൻ്റെ താഴെ വന്നിരുന്നു കഴിഞ്ഞാൽ മഴയിൽ നിന്നൊക്കെ കുറച്ചൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പാറയുടെ മുകളിൽ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാനും അതുപോലെ ആൽബം, ബർത്ത്ഡേ പ്രോഗ്രാം എന്നിങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വേണ്ടി ഇതിൻ്റെ മുകളിൽ ഒരുപാട് ആളുകൾ വരാറുണ്ട്, വന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു കെട്ട് കാണാം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കുളത്തിൽ നിന്ന് വെള്ളം ഈ വഴിയാണ് വരുന്നത്. ഇവിടെ കുറച്ച് വെള്ളം സംഭരിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ കെട്ടാണെന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. ഇപ്പം നല്ല മനോഹരമായ കാഴ്ചകളാണ് വടക്കാഞ്ചേരി ചേപ്പാറ പാറമുകളിൽ നമുക്ക് കിട്ടുന്നത്. ഫാമിലിയായിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. പിന്നെ സമീപത്തുള്ള വട്ടായി വാട്ടർഫാൾസ്, അതുപോലെ പൂമല ഡാം എന്നിങ്ങനെ കുറേ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അപ്പോൾ ഒരിട്ട ട്രിപ്പിന് തന്നെ എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വടക്കാഞ്ചേരി ചേപ്പാറ അതുപോലെ വട്ടായി വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സമീപത്ത് തന്നെ മറ്റൊരു വാട്ടർഫാൾ കൂടെ ഉണ്ട്. അവിടേക്ക് എന്തായാലും ഇപ്പോൾ സമയമില്ല. മറ്റൊരു ദിവസം നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു വീഡിയോ എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. താങ്ക്സ്.